ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ANDA ആണ്. ആട് കൃഷിയിലൂടെയും പച്ചക്കറി കൃഷിയിലൂടെയും വരുമാനം കണ്ടെത്തുന്നു. ANDയുടെ ആട് കൃഷിയും പച്ചക്കറി കൃഷിയുടെയും അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ANDയെ ക്ഷണിക്കുന്നു. AND കൃഷിയിലേക്ക് ഇറങ്ങാൻ കാരണം എന്താണ്? എൻ്റെ വീട് കുറ്റ്യാട്ടൂർ. എൻ്റെ സ്വന്തം വീട് ചൂളിയാടാണ്. എന്നെ കല്യാണം കഴിക്കുന്നത് കുറ്റ്യാട്ടൂർ. നമ്മൾ ആദ്യം താമസിച്ചത് റോഡ് സൈഡിലായിരുന്നു. ഇപ്പോൾ താമസിക്കുന്നത് 23 വർഷമായിട്ട് വയലിൻ്റെ ഭാഗത്തായിട്ടാണ് താമസിക്കുന്നത്. അതിനുശേഷം ഒരു 20 വർഷം ആയി ഞാൻ ആട് കൃഷിയും പച്ചക്കറി കൃഷിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. എന്തെല്ലാം കൃഷിയാണ് ചെയ്യുന്നത്? ഞാൻ 20 വർഷമായി പച്ചക്കറി കൃഷിയും ആട് കൃഷിയും തുടങ്ങിയിട്ട് അതിൽ പാവല്, വെണ്ട, വെള്ളരി, ചീര, മത്തൻ, പച്ചമുളക് എല്ലാത്തരം കൃഷിയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ വാഴക്കൃഷിയുമുണ്ട് ചെയ്യുന്നു. ഇടവിളയായിട്ട് ചേമ്പ്, കൂവ, കപ്പ ഇതെല്ലാം ചെയ്യുന്നു. സ്വന്തമാണോ ചെയ്യാറ്? ഭർത്താവും ഞാനും കൂടിയാണ് ചെയ്യുന്നത്. പാട്ടത്തിന് കൊടുത്ത് നമ്മൾ ചെയ്യും, സ്വന്തമായിട്ട് നമ്മൾ പറമ്പത്ത് ചെയ്യുന്നുണ്ട്. പച്ചക്കറിയോടൊപ്പം വാഴക്കൃഷിയും ചേമ്പ്, കപ്പ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. കൂവ കൃഷി എല്ലാം. ആട് വളർത്തുന്ന ഒരു അനുഭവം പങ്കുവയ്ക്കാമോ? 20 വർഷമായിട്ട് ഞാൻ ആട് കൃഷിയിലേക്ക് ഇറങ്ങിയത്. വെറുതെ ഇരിക്കുന്ന സമയം ഒരു വരുമാന മാർഗമാക്കാമെന്ന് കരുതിയാണ് ഇറങ്ങിയത്. കുട്ടികളെല്ലാം സ്കൂളിൽ പോയതിന് ശേഷം നമ്മൾ 2-3 ആളുകൾ കൂടി ആലോചിച്ച് എടുത്ത തീരുമാനമാണ്. എല്ലാവരും കൂടി അവനവൻ്റെ വീട്ടിൽ ആടിനെ വളർത്താൻ തീരുമാനിച്ചു. ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചു. എല്ലാവരും അവനവൻ്റെ വീടുകളിൽ ആടിനെ വളർത്തി. ഒരു ചെറിയ കൂടായിരുന്നു ആദ്യം. 4 ആടിൽ തുടങ്ങിയിട്ട് 30ഓളം ആടുകളുണ്ടായിരുന്നു. എനിക്ക് അത്രേ സ്ഥല സൗകര്യമുള്ളൂ. 25 സെൻറ്റ് സ്ഥലം അതിനുള്ളിലാണ് വീട്. അതിൽ മതിലുകളൊക്കെ കെട്ടിയിട്ട് അതിനുള്ളിലാണ് കൂട്ടിനകത്ത് തന്നെയാണ് ഞാൻ തീറ്റകളെല്ലാം കൊണ്ട് ഇട്ട് കൊടുക്കുന്നത്. പുറത്തിറക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. 10-30 ആടുകൾ ഉണ്ടാകും. അതിന് പാട് വളർത്താൻ വിഷമമാകുമ്പോൾ വിൽപ്പന ചെയ്യും. ഏതെല്ലാം തരം ആടുകളെയാണ് വളർത്തുന്നത്? മലബാറി, ബീറ്റൽ ആടുകളാണുള്ളത്. ആടുകളെ എവിടെ നിന്നാണ് കൊണ്ടുവരാറ്? ആടിനെ ഈ നാട്ടിൽ നിന്ന് തന്നെ ഫാമുകളിൽ നിന്ന് നമ്മൾ പോയിട്ട് ശേഖരിക്കുന്നവരാണ്. തൂക്കത്തിന് 450-500 രൂപ വെച്ചിട്ട് തൂക്കത്തിനാണ് എടുക്കാറ്. നമ്മൾ വിൽക്കുമ്പോൾ മോഹവിലക്ക് മാത്രമേ അവർ സ്വീകരിക്കാറുള്ളൂ. പിന്നെ പച്ചത്തീറ്റ എന്ന് പറഞ്ഞാൽ പുല്ല് എല്ലാം തിന്നവർ. പ്ലാവില, പച്ചത്തീറ്റ അതെല്ലാം ഇടുന്നെങ്കിൽ മുറിക്കുമ്പോൾ ഒരാൾ നമ്മളെ വിളിച്ച് പറയും. നമ്മൾ വണ്ടി എടുത്ത് പോയിട്ട് തലയിൽ വെച്ചിട്ടെല്ലാം അങ്ങനെ കൊണ്ടുവന്നിട്ട് കൊടുക്കാറാണ് പതിവ്. എനിക്ക് ഇളക്കി വളർത്താനുള്ള സൗകര്യമില്ല.
ആടുകളും പാൽ ഉൽപ്പാദിക്കലുണ്ടോ? എല്ലാ ആടുകളും പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് കിട്ടുന്നത് തന്നെയാണ്. വിൽപ്പനയും നടക്കാറുണ്ട്. വളം എന്താണ് ചെയ്യാറ്? വളം വിൽപ്പനയായി നടത്തും. നമ്മുടെ ആവശ്യം കഴിച്ച് ഒരുപാട് വളം ഉണ്ടാകും. അത് വിൽപ്പനയും നടത്തും. നമ്മൾ ആവശ്യം ഇതിൽ നിന്ന് എല്ലാം ചെയ്യുന്നു. പച്ചക്കറി കൃഷിക്ക് ഉപയോഗിക്കുന്നു. ആടിനെ കൊണ്ടുള്ള നേട്ടങ്ങൾ? ആടിനെ കൊണ്ട് നല്ല വരുമാന മാർഗം തന്നെയാണ്. കുറച്ച് മനസ്സ് വെച്ചാൽ കഷ്ടപ്പാടുണ്ടെങ്കിലും നിങ്ങൾക്കൊരു നല്ലൊരു വരുമാന മാർഗമാണ്. ഇതിൻ്റെ വളവും ഇതൊക്കെ നമ്മൾ പച്ചക്കറിക്കായിട്ട് ഉപയോഗിക്കും. പുറത്തും വിൽപ്പന ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ ഹൈടെക് രീതിയിൽ നിർമ്മിച്ച കൂടാണ്. 20 വർഷം മുന്നേ ചെറിയ കൂടായിരുന്നു. ഇപ്പോൾ നല്ല ഹൈടെക് ആക്കി. ആടുകളെ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? ആടിനെ നാട്ടിൽ നിന്ന് തന്നെ ഓരോ ഫാമിൽ നിന്ന് നമ്മൾ പിടിക്കും തൂക്കിയിട്ട്. കൃഷി അനുഭവങ്ങൾ പങ്കുവെച്ച ആൻറ്റിക്ക് നന്ദി.